കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊമോഷനെ കുറിച്ചായിരുന്നു. വാട്സപ്പ് ബിസിനസ് ഉപയോഗപ്പെടുത്തി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള മീഡിയത്തിൽ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ നമ്മളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മൾട്ടിമീഡിയയെ കുറിച്ചാണ്. എന്താണ് മൾട്ടിമീഡിയ, എന്തൊക്കെയാണ് മൾട്ടിമീഡിയയിലെ സാധ്യതകൾ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ജോലി സാധ്യതകൾ ഒരുക്കുന്ന ഒരു മേഖലയാണ് മൾട്ടിമീഡിയ. അതിൽ വീഡിയോ എഡിറ്റിംഗ് വരും, ഗ്രാഫിക് ഡിസൈനിങ് വരും, മോഷൻ ഗ്രാഫിക്സ് വരും, പിന്നെ അതുപോലെ തന്നെ അനിമേഷൻ വരും. ഇങ്ങനെയുള്ള ഡിസൈനിങ് കാറ്റഗറി മേഖലകളെ ഉൾപ്പെടുത്തുന്ന എല്ലാ ഡിസൈനിങ് സെക്ടറുകളും ചേർന്ന് വരുന്നതാണ് മൾട്ടിമീഡിയ എന്നതും നമ്മൾ പറയും. ഇന്നത്തെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റിവിറ്റിക്ക് ഒരുപാട് അവസരങ്ങളുള്ള ഒരു കാലത്താണ് നമ്മളുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാധ്യതകൾ വരുന്നു, ഒരുപാട് ബിസിനസ്സുകൾ വരുന്നു. ആ ബിസിനസ്സുകൾക്കെല്ലാം പ്രൊമോഷനുകൾ, അഡ്വർടൈസ്മെന്റുകൾ ആവശ്യമാണ്. ഈ അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് മൾട്ടിമീഡിയ. ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള രണ്ട് മേഖലയാണ് ആഡ് മേഖലയിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഒരുക്കുന്നത്. രണ്ട് പോസ്റ്ററുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് പോസ്റ്ററുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ഉൽപ്പന്നങ്ങളാണ് പോസ്റ്ററുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ പ്രൊമോട്ട് ചെയ്യാൻ കൊടുക്കുന്ന നോട്ടീസുകൾ, പോസ്റ്ററുകൾ, ഇതെല്ലാം ഗ്രാഫിക് ഡിസൈനിങ് ക്രിയേറ്റിവിറ്റികളാണ്. ഇതൊരു സ്ഥാപനത്തിന്റെ തന്നെ രണ്ട് പരസ്യങ്ങളാണ്. ഒരു പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ കസ്റ്റമറോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മളുടെ ഡിസൈനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റമർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിൽ നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു രണ്ട് കണ്ടന്റ് അതിലധികം എന്ത് ചെയ്യാൻ പാടില്ല, പോസ്റ്ററുകളിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ പോസ്റ്ററുകൾ ഒരുപാട് നിറഞ്ഞതുപോലെ തോന്നും, കസ്റ്റമർക്ക് അട്രാക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ അത് വായിക്കാൻ അവർ താല്പര്യപ്പെടും. എന്നാൽ ഒന്നോ രണ്ടോ കണ്ടന്റുകൾ നല്ല ഡിസൈനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് അട്രാക്റ്റീവ് ആവും, നമുക്ക് കൂടുതൽ ലീഡുകൾ ജനറേറ്റ് ആവും. അതുപോലെയാണ് വീഡിയോ ആഡുകൾ. ആങ്കേഴ്സിനെ വെച്ചിട്ട് എന്താണോ അവരുടെ കൺസെപ്റ്റ് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ആഡുകളാണ് വീഡിയോ ആഡുകൾ. ഇപ്പൊ എല്ലാ സ്ഥാപനത്തിന്റെയും ആഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതൊരു ചെറുതും വലുതുമായ സ്ഥാപനത്തിനും ഇപ്പോൾ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയാസ്, പ്രൊമോട്ടേഴ്സ്, സ്ഥാപനങ്ങൾ, സെൽഫായിട്ട് ബിസിനസ് ചെയ്യുന്നവർ എല്ലാവരും ഇന്ന് ബിസിനസ് ചെയ്യുന്ന മേഖലയാണ്, അല്ലെങ്കിൽ പരസ്യം ചെയ്യുന്ന മേഖലയാണ് സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി വീഡിയോ ക്രിയേഷൻ, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ്, ഈ ഒരു മേഖലയ്ക്ക് വളരെയധികം സാധ്യതകളാണ് വന്നിട്ടുള്ളത്. സെൽഫ് പ്രൊമോട്ട് ചെയ്യുന്നവരാവട്ടെ, സ്വന്തം ബിസിനസ് ചെയ്യുന്നവരാവട്ടെ, എല്ലാവരും വീഡിയോകൾ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ ത്രൂ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. ഇത്തരത്തിൽ ഗ്രാഫിക് ഡിസൈനിങ് രംഗത്തേക്ക് ഒരുപാട് സാധ്യതകളാണ്, ഫ്രീലാൻസ് സാധ്യതകൾ, കമ്പനി ഓപ്പർച്യൂണിറ്റികൾ. ഇപ്പോൾ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ മുതൽ ഹോസ്പിറ്റലുകൾ വരെ ഒരു ഗ്രാഫിക് ഡിസൈനറെ, അതുപോലെ തന്നെ ഒരു വീഡിയോ ക്രിയേറ്ററെ, കണ്ടന്റ് ക്രിയേറ്ററെ എല്ലാം സ്ഥാപനത്തിൽ തന്നെ സ്റ്റാഫായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അവരുടെ ഇപ്പൊ പരസ്യത്തിന്റെ മേഖല എന്ന് പറയുന്നത് ആദ്യത്തെ പോലെ ഒരു പരസ്യ കമ്പനിക്ക് നമ്മൾ കൊടുത്തു, എന്നിട്ട് 1, 2, 3, 4 പരസ്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇത് തന്നെ സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ഒക്കെ മാറിയിട്ട് എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ദൈനംദിന അച്ചീവ്മെന്റ്സ്, ആ അച്ചീവ്മെന്റ്സ് ആണ് ഇപ്പോൾ കസ്റ്റമേഴ്സിലേക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥിരമായിട്ട് പ്രൊമോഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നേടുന്ന അച്ചീവ്മെന്റ്, നാളത്തെ അച്ചീവ്മെന്റ്, ഈ അച്ചീവ്മെന്റ്സ് എല്ലാം ലൈവായിട്ട് അവർ സ്പോട്ടായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കസ്റ്റമേഴ്സിനെ അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പോട്ടിൽ വീഡിയോ എഡിറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, ഗ്രാഫിക് ഡിസൈനിങ് പോലെയുള്ള മേഖലകൾ എല്ലാ സ്ഥാപനങ്ങളിലും ഈ ഒരു മേഖലയിൽ നിന്നും ഇപ്പോൾ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത്. ഒരുപാട് സാധ്യതകളാണ് ഈ ഒരു മേഖലയിലുള്ളത്. ഫോട്ടോഷോപ്പ്, ഇൻഡിസൈൻ, കോറൽ ഡ്രോ, ഇല്ലിസ്ട്രേറ്റർ പോലെയുള്ള സോഫ്റ്റ്വെയറുകളാണ് ഗ്രാഫിക് ഡിസൈനിങ്ങിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അഡോബ് പ്രീമിയർ, അഡോബ് ആഫ്റ്റർ എഫക്റ്റ്, അതുപോലെ തന്നെ VSDC തുടങ്ങിയ സോഫ്റ്റ്വെയർസാണ് വീഡിയോ എഡിറ്റിങ്ങിനും മോഷൻ ഗ്രാഫിക്സിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് സാധ്യതകളുള്ള മൾട്ടിമീഡിയ മേഖലകളിലേക്ക് നിങ്ങൾക്ക് ഒരു അവസരം താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ കൂടെ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിന്റെ കൂടെ ഒക്കെ മൾട്ടിമീഡിയ രംഗത്ത് ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
2 മാസം മുതൽ 1 വർഷം വരെ വരുന്ന ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, ആനിമേഷൻ, മോഷൻ ഗ്രാഫിക്സ് തുടങ്ങിയ അത്യാധുനിക സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തി പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോടുകൂടി പഠിക്കുന്ന ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയക്രമം അനുസരിച്ച് ഓൺലൈനായി ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി ക്ലാസ്സുകൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സമയം പരിഗണിച്ച് ഓൺലൈനിൽ ടീച്ചേഴ്സ് അവൈലബിൾ ആയി നിങ്ങളുടെ ഡൗട്ട്, അടുത്ത സെക്ഷൻ കാര്യങ്ങളെല്ലാം ഓൺലൈൻ ടീച്ചേഴ്സിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ കൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും പാർട്ട് ടൈം ആയിട്ടുള്ള വർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നമ്മൾ 100% അഷ്വറൻസ് ചെയ്യും. മൾട്ടിമീഡിയ രംഗത്ത് മികച്ച ഒരു കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയക്രമം അനുസരിച്ച് സ്വന്തമായൊരു കരിയറോ അല്ലെങ്കിൽ മികച്ച സാലറിയിൽ നല്ല നല്ല സ്ഥാപനങ്ങളിൽ പ്ലേസ്മെന്റോ നേടാം. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇറ്റ്സ് മീ ഷഹൻഷാ ഫ്രം ആബി കമ്പ്യൂട്ടർ.